നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ചെമ്പോലമേഞ്ഞ ശ്രീകോവിൽ സമർപ്പണവും പ്രതിഷ്ഠാദിനവും ദ്രവ്യകലശവും ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിലായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരത്തിന്റെ 33-ാം ദിവസം സമരാഗ്നിജ്വലനം കൊടകരയിൽ സംഘടിപ്പിച്ചു. അന്യായമായ കോർട്ട് ഫീ സ്റ്റാമ്പ് വില വർധനവിനെതിരെ കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ചാലക്കുടി വേളൂക്കരയിലെ വിക്ടോറിയ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. 12 ശിഷ്യന്മാരുമൊത്തുമുള്ള യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കിയാണ് പെസഹ ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. പള്ളികളിലെ ചടങ്ങുകൾക്ക് ശേഷം വീടുകളിൽ പെസഹ അപ്പം തയ്യാറാക്കി മുറിക്കുന്നതും ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി ആചരിക്കും. യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണ പുതുക്കി കൊടകര സെൻറ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ പെസഹ ആചരിച്ചു. രാവിലെ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കൊടകര ഫൊറോന വികാരി റവറൻ ഫാദർ ജെയ്സൺ കരിപ്പായി നേതൃത്വം നൽകി. ഫൊറോന സഹവികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. കനകമല വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള അടിവാരം പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ പെസഹ ആചരിച്ചു. അടിവാരം പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് റക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ അജിത്ത് തടത്തിൽ പെസഹ സന്ദേശം നൽകി. ഫാദർ റെയ്സൻ തട്ടിൽ സഹകാർമ്മികനായി. മാർത്തോമാ ശ്ലീഹായുടെ നാമധേയത്തിലുള്ള കുരിശുമുടി പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ റെയ്സൻ തട്ടിൽ കാർമ്മികനായി. പരിപാടികൾക്ക് കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. മുറിച്ചു നൽകിയതിൻ്റെയും രക്തം ചിന്തിയതിൻ്റെയും അനുസ്മരണവുമായി ഇന്നേ ദിവസം നമ്മുടെ സന്നിധിയിലേക്ക് ഒരു പെസഹ വ്യാഴം കൂടി കടന്നു വന്നിരിക്കുന്നു. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അനുഭവിച്ച യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ചെമ്പോലമേഞ്ഞ ശ്രീകോവിൽ സമർപ്പണവും പ്രതിഷ്ഠാദിനവും ദ്രവ്യകലശവും ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിലായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 3 രാവിലെ അധിവാസം വിടർത്തി പൂജ, ഉഷപൂജ, ദ്രവ്യകലശാഭിഷേകം, ഉച്ചപൂജ, കുംഭാഭിഷേകം, ചെമ്പോലമേഞ്ഞ ശ്രീകോവിൽ സമർപ്പണം, ശ്രീഭൂതബലി എന്നിവയുണ്ടാകും. തുടർന്ന് മാസ്റ്റർ നവനീത് സനിൽ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും ഉണ്ടായിരിക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം തന്ത്രി ബ്രഹ്മശ്രീ ഏറന്നൂർ മനയ്ക്കൽ നാരായണ നമ്പൂതിരിയും ക്ഷേത്ര മേൽശാന്തി മഠത്തിൽ ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിക്കും. കൂടാതെ വർഷം തോറും നടത്താറുള്ള ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഏപ്രിൽ 20 മുതൽ 27 വരെ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ കൽപ്പകശ്ശേരി വേണു മൂസദിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടത്തുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കൊടകര പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പ്രഭാകരൻ പി, സെക്രട്ടറി രാജീവ് പി, ചെയർമാൻ നാരായണ മേനോൻ കെ, കൺവീനർ ശിവൻകുട്ടി PG, മാനേജർ ജയകുമാർ P എന്നിവർ പങ്കെടുത്തു. മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പുതുക്കി ചെമ്പോല പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സമർപ്പണം 2025 മെയ് 3-ാം തീയതിയാണ് അതിൻ്റെ സമർപ്പണം നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അന്ന് പ്രതിഷ്ഠാ ദിനവും, അതായത് ഈ വരുന്ന ഏപ്രിൽ 30, മെയ് 1, 2, 3 തീയതികളിലായിട്ടാണ്
പ്രതിഷ്ഠാദിനം ദ്രവ്യകലശത്തോടൊപ്പം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ചെമ്പോല, അതിൻ്റെ സമർപ്പണം, ക്ഷേത്രം തന്ത്രി ഏറന്നൂർ മനയ്ക്ക് നാരായണ നമ്പൂതിരി, മേൽശാന്തി തെക്ക് മഠത്തിൽ ഉണ്ണികൃഷ്ണൻ, ഇവരാണ് ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. കലശത്തോടെയുള്ള പ്രതിഷ്ഠാദിനവും അതോടനുബന്ധിച്ച് ശ്രീകോവിൽ ചെമ്പോല മേഞ്ഞ ശ്രീകോവിൽ സമർപ്പണവും ശേഷം നവനീത് സനലിൻ്റെ സോപാന സംഗീതവും ഉണ്ടായിരിക്കുന്നതാണ്. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരത്തിന്റെ 33-ാം ദിവസം സമരാഗ്നിജ്വലനം കൊടകരയിൽ സംഘടിപ്പിച്ചു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ സമരപരിപാടികൾ TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷൈൻ മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജോസ് കോച്ചക്കാടൻ സ്വാഗതം പറഞ്ഞു. സദാശിവൻ കുറുത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബാലകൃഷ്ണൻ തയ്യിൽ, പ്രീതിൻ PS, അരുൺകുമാർ PK, ബാബു കൊട്ടേക്കാട്ടുകാരൻ, ജോണി മാഞ്ഞാങ്ങ, പ്രിൻസ് MO, KL ജോസ്, ലാസർ, ഷാജു ശശിധരൻ, ബൈജു അറയ്ക്കൽ എന്നിവരോടൊപ്പം റെയിൽവേ വികസന സമിതി പ്രവർത്തകരായ സോമൻ ശാരദാലയം, KF ജോസ്, ഉണ്ണികൃഷ്ണൻ പുതുവീട്ടിൽ, ജോസ് കുഴിവേലി, കുമാരൻ കൊട്ടാരത്തിൽ, KV സുരേഷ്, വർഗീസ് തൊടുപറമ്പിൽ എന്നിവരും പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്ന വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14-ലെ മുത്തുമല മുപ്പിളിയം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അജിത സുധാകരൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈജു വൈപ്പിനാടൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ വരാൻ എനിക്ക് പേടിയാന്ന് അറിയാം. വന്നു കഴിഞ്ഞവർ ഓരോന്നും അനൗൺസ് ചെയ്യിപ്പിക്കും. ആദ്യം വന്നു അന്ന് മുത്തുമല റോഡിന്റെ നിർമ്മാണം അവിടെ അന്യായമായ കോർട്ട് ഫീ സ്റ്റാമ്പ് വില വർധനവിനെതിരെ കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ചാലക്കുടി ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. KACA പ്രസിഡന്റ് ET ബഷീർ അധ്യക്ഷത വഹിച്ചു. PK ജയൻ, TK ജയമോഹൻ, അഡ്വക്കേറ്റ് OD ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് പോളി കണിച്ചായി, അഡ്വക്കേറ്റ് MD ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ സർക്കാർ ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കിയ വർദ്ധിച്ച ഫീസ് വർധനയെതിരെ കോർട്ട് ഫീ വർധനയ്ക്കെതിരെയാണ് നമ്മുടെ സംസ്ഥാന ഭാഗമായി നമ്മുടെ അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ഇങ്ങനെ ധർണ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഏപ്രിൽ 8-ാം തീയതി സൂചന ഒരു പ്രതിഷേധ ദിനമായിട്ട് ആചരിച്ചു. അതിനുശേഷമാണ് ഇങ്ങനെ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. കോടാലി ബാർ ഹോട്ടലിന് മുൻവശം റോഡിൽ വെച്ച് വെള്ളിക്കുളങ്ങര കാമറ്റത്തിൽ വീട്ടിൽ 29 വയസ്സുള്ള ഷിബിൽ എന്നയാളെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായി. വെള്ളിക്കുളങ്ങര മോനൊടി ചെറുപറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള വിജീഷ് എന്നയാളെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K കൃഷ്ണനും പാർട്ടിയും മോനടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 10:30 കേസിന് ആസ്പദമായ സംഭവം. ഷിബിൽ സുഹൃത്തുക്കളും ഒന്നിച്ച് കോടാലി ബാറിൽ മദ്യപിക്കുന്നതിനായി പോയിരുന്നു. ബാറിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഷിബിലിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള വിജീഷിൻ്റെ കവിളിൽ തട്ടിയിരുന്നു. ഇതാണ് വിജീഷ് ആക്രമിക്കാനുണ്ടായ കാരണം. ഹെൽമറ്റ് കൊണ്ടുള്ള ആക്രമണത്തിൽ ഷിബിലിന് തലയിൽ മുറിവേറ്റിരുന്നു. ഈ സംഭവത്തിൽ ഷിബിൽ ചൊവ്വാഴ്ച വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞത് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ അന്വേഷണം നടത്തിവരവെ വിജീഷിനെ വെള്ളിക്കുളങ്ങര മോനടിയിൽ നിന്നാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി വേളൂക്കരയിലെ വിക്ടോറിയ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. പരിയാരം സ്വദേശിയായ അറക്കൽ വീട്ടിൽ 34 വയസ്സുള്ള ജിജോ എന്നയാളെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിക്ടോറിയ ബാറിൽ 13-ാം തീയതിയായിരുന്നു സംഭവം. കൂട്ടുപ്രതികളായ സഹോദരങ്ങളായ കുറ്റിക്കാട് സ്വദേശികളായ കോട്ടയ്ക്ക വീട്ടിൽ 30 വയസ്സുള്ള ലിജോ, സഹോദരൻ 28 വയസ്സുള്ള ലിൻഡോ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്,
സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, സിജുമോൻ, ജോഫി ജോസ്, ASI ജിബി, സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസൺ പൗലോസ്, സോനു, അരുൺകുമാർ K എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ചെമ്പോലമേഞ്ഞ ശ്രീകോവിൽ സമർപ്പണവും പ്രതിഷ്ഠാദിനവും ദിവ്യകലശവും ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിലായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരത്തിന്റെ 33-ാം ദിവസം സമരാഗ്നിജ്വലനം കൊടകരയിൽ സംഘടിപ്പിച്ചു. അന്യായമായ കോർട്ട് ഫീസ് സ്റ്റാമ്പ് വില വർധനവിനെതിരെ കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ചാലക്കുടി വേളൂക്കരയിലെ വിക്ടോറിയ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.